ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമ്മൾ ഇന്ന് വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ്. ഇഷ്ടം മാത്രം എന്നുള്ള ഒരു സീരിയൽ ഉണ്ടല്ലോ നമ്മുടെ ഏഷ്യാനെറ്റില്. അപ്പം ഇഷ്ടം മാത്രമുള്ള സീരിയലിലെ ലൊക്കേഷനിൽ വെച്ച് നടന്ന ഒരു വലിയൊരു സംഭവമുണ്ട്. അപ്പൊ അത് എക്സ്പോസ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മൾ സ്ത്രീകൾക്ക് എതിരായിട്ട് വന്ന ഒരുപാട് ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെ നമ്മൾ ഒരുപാട് തവണ പ്രതികരിച്ചിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അജ്മൽ അമീറിനെയൊക്കെ നമ്മൾ എടുത്ത് എക്സ്പോസ് ആക്കിയിട്ടുണ്ട്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പെൺകുട്ടികൾക്ക് സെക്ഷൽ ടൈപ്പ് ഓഫ് മെസ്സേജസ് സെൻഡ് ചെയ്തു, അങ്ങനെ വീഡിയോ കോള് റൂമിലേക്ക് ക്ഷണിച്ചു, അങ്ങനെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ തുടങ്ങി കുറെ അധികം ആൾക്കാരെയാണ് നമ്മളെടുത്ത് എക്സ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഇവിടെ നടക്കുന്നത് വെച്ചാൽ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ അങ്ങനെ നടന്ന ഒരു സംഭവം പറയാനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത്. അപ്പം ഇത് നേരെ തിരിച്ചാണ്. നമ്മൾ എല്ലാ തവണയും സ്ത്രീകൾക്കെതിരായിട്ട് വന്ന ലൈംഗിക അതിക്രമങ്ങൾക്കെതിരെയായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ നേരെ മറിച്ച് ഒരു ആർട്ടിസ്റ്റിന്, അതായത് ഒരു ഇഷ്ടം മാത്രം എന്ന സീരിയലിലെ നായകനായ ആൾക്ക് സംഭവിച്ച ഒരു അനുഭവമാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അതില് നായകനായിട്ടുള്ള റൈജാൻ എന്നുള്ള വ്യക്തി, അദ്ദേഹത്തിന് വന്ന ഒരു അനുഭവമാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. അപ്പൊ മൃദുലയെ നമുക്കറിയാലോ, മൃദുല വിജയ്. അപ്പൊ പുള്ളിക്കാരി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഒക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. വളരെ മോശമായ രീതിയിലാണ് ഇദ്ദേഹം ഒരു ലൈംഗിക അതിക്രമം ഏറ്റെടുത്തത്, അത് ഒരു സ്ത്രീയിൽ നിന്ന്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഏഷ്യാനെറ്റിലെ സെറ്റിന്റെ അകത്ത് നടന്ന ഒരു സംഭവമാണ്. അതാണ് ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് പോലും ആരും തന്നെ ഇതിനെ പ്രതികരിച്ചില്ല എന്നാണ് ഒരു സവിശേഷമായ ഒരു കാര്യം. കാരണം വേറെ ഏതൊരു സംഭവമാണെങ്കിലും ഒരു പെണ്ണിനെതിരെയാണെങ്കിൽ അവിടുന്ന് ഇവിടുന്ന് എല്ലാം മീഡിയക്കാർ ഓടി വരും. പക്ഷെ ഇത് നേരെ മറിച്ച് ഒരു ആണിന് നേരെയുള്ള ലൈംഗിക അതിക്രമമായതുകൊണ്ട് എല്ലാവരും നിശബ്ദമായിട്ടിരിക്കുകയാണ്. ആരും തന്നെ ഇതിനകത്ത് ഇടപെടുകയൊന്നും ഉണ്ടായില്ല. അപ്പം റൈജാൻ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിനുണ്ടായ ഒരു ദുരനുഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 6 വർഷമായിട്ട് ഒരു ലേഡി ഇദ്ദേഹത്തെ നിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയാണ്. നിരന്തരം എന്ന് വെച്ചാൽ അതിനിരന്തരമായിട്ട് ശല്യപ്പെടുത്തുകയാണ്. അപ്പം മെസ്സേജസ് ഇദ്ദേഹത്തിന് ഇങ്ങനെ അയച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇവരെ സെറ്റിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ഈ മെസ്സേജിന്റെ കാഠിന്യവും അതിന്റെ രൂപവും ഭാവവും എല്ലാം മാറി അത് ശരിക്കും ഒരു സെക്ഷൽ ഹാരാസ്മെന്റ് എന്ന രീതിയിലാണ് ഇങ്ങനെ പോകുന്നത്. നമ്മൾ ഇപ്പൊ കേൾക്കുന്നുണ്ട്, ട്രെയിനിലും ബസ്സിലും ഒക്കെ ആണുങ്ങൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളൊക്കെ നമ്മൾ ശരിക്കും കാണുന്നുണ്ട്. ശരിക്കും ആണുങ്ങൾ ഇത് നാണക്കേട് കൊണ്ട് പുറത്തു പറയത്തില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുത്തൻ നമ്മളെ ഒരാണിനെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ പരം നാണക്കേട് വേറൊന്നുമില്ല. പക്ഷെ ഇപ്പം നേരെ മറിച്ച് അതെല്ലാം മാറ്റി ഇപ്പൊ ആൾക്കാർ പ്രതികരിച്ചുകൊണ്ട് വരുന്നുണ്ട്. കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ്. അപ്പൊ ഇതുപോലെ ഇമാതിരി ഒരു മെസ്സേജ്, ആ മെസ്സേജ് എന്റെ പൊന്ന് ഗൈസ് ഒരു രക്ഷയില്ല. ശരിക്കും അത് വായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിളി പാറിയ സംഭവമാണ്. നമ്മൾ ഈ പണ്ട് ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്റെ മുത്തിച്ചിപ്പി കഥകള്. ശരിക്കും ആ ഒരു കഥ പോലെ ഒരു മോഡൽ ഉള്ള ഒരു സംഭവമാണ്. എന്തായാലും വളരെ ഒന്നുമില്ല. എന്നാലും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ആ ചാറ്റ് ഹിസ്റ്ററി ഫുള്ളും വെക്കുന്നതായിരിക്കും. ഇദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, റൈജാനും അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പം പുള്ളി പറഞ്ഞത്, നിങ്ങൾ റിയാക്ട് ചെയ്യൂ, സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും എന്നൊക്കെ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നമുക്ക് ആ മെസ്സേജസ് കാര്യങ്ങളും ഒക്കെ നോക്കാം. അതിന് മുമ്പായിട്ട് മൃദുല ഇതിനെ കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം. എന്നിട്ട് വളരെ കുറച്ച് ദിവസങ്ങളെ ആകുന്നുള്ളൂ. കാരണം ആളുടെ ക്ഷമ മൊത്തം പോയതിനു ശേഷം ആൾ ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. സ്റ്റോറീസും ഒക്കെ ഇട്ടിട്ട് ഇപ്പോഴാണെന്ന് റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ഈ റിയാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് വന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, പുള്ളിക്കാരി പറയുന്നതാണ്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ആവശ്യമില്ലാണ്ട് എന്റെ പേര് യൂസ് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇതേ പറ്റിയിട്ടൊന്നും അറിയില്ല എന്ന് പറയുന്നുണ്ട്. ലൈവായിട്ട് 2 ഇൻസിഡന്റ് കണ്ട വ്യക്തിയാണ് ഞാൻ. ആ വ്യക്തി എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ സ്റ്റോറിയുമായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഒരു പ്രാവശ്യം നമ്മുടെ ലൊക്കേഷനിൽ റെജിൻ ചേട്ടന്റെ അടുത്ത് പുള്ളിക്കാരി സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ആൾ സംസാരിക്കാണ്ട് എഴുന്നേറ്റ് പോയപ്പോ റെജിൻ ചേട്ടന്റെ ഷർട്ട് പിടിച്ച് വലിക്കുന്നത് ഞങ്ങൾ കണ്ടു. രണ്ടാമത് വളരെ റീസെന്റ് ആയിട്ട് തന്നെ ഞങ്ങളുടെ ലൊക്കേഷനിൽ പർദ്ദയിട്ട് വന്നത്, അതായത് ഇങ്ങനെ ഒരു വ്യക്തി ലൊക്കേഷനിൽ കേട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കണ്ട റിയാക്ട് ചെയ്യുമെന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആള് തിരിച്ചറിയാതിരിക്കാനായിട്ട് പർദ്ദയിട്ട് വന്നത്, ചിപ്പിമോളെ കാണണം എന്ന് കള്ളത്തരം പറഞ്ഞ് പർദ്ദയിട്ട് കയറി വന്ന് ചോക്ലേറ്റ് ഷോട്ടിൽ നിൽക്കുന്ന റെജിൻ ചേട്ടന്റെ കയ്യിൽ ചോക്ലേറ്റ് കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തവരാണ്. അപ്പൊ തന്നെ റെജിൻ ചേട്ടന്റെ കാര്യം മനസ്സിലായി, ഇത് ഈ വ്യക്തിയാണെന്നുള്ളത് മനസ്സിലായി. അപ്പൊ തന്നെ വലുതായിട്ട് റിയാക്ട് ചെയ്യാൻ പോയില്ല, ജസ്റ്റ് ഇങ്ങനെ ഇതാരാ ഇത് എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അപ്പൊ തന്നെ ഇവരെ ഇറങ്ങി പോയിട്ട് ഞങ്ങൾ കണ്ടതാണ് ഈ ഒരു ലേഡി തന്നെയാണ് വന്ന് ഭയങ്കരമായിട്ട് മോശമായിട്ട് ഇത് ചെയ്യുന്നത്. പക്ഷേ ഇപ്പൊ ഈ ഒരു വീഡിയോ ഇടാൻ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അടുത്തറിയുന്ന ഏതൊരു വ്യക്തിക്കാണെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. മാത്രമല്ല ഇതൊരു പെണ്ണാകാത്തത് കൊണ്ട്, അതായത് ഇപ്പം ഒരു ആണിനാണ് ഇങ്ങനെ ഒരു പ്രശ്നം വന്നത് എങ്കിൽ ആൾക്കാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കുറയും. സോ ആളുടെ അടുത്ത് നിൽക്കുന്ന, വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ലൈവായിട്ട് കണ്ട് മനസ്സിലാക്കിയ ആൾക്കാർക്ക് മാത്രമേ ആളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പറ്റൂ. അത് മാത്രമല്ല വേറൊരു കാര്യം പറയേണ്ടത്, അതിൽ വന്നിരിക്കുന്നത്, നീ എന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ തലയിൽ ഈ ബിയർ കുപ്പി വെച്ച് അടിച്ച് പൊട്ടിക്കും, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള. ശരിക്കും ഈ മെസ്സേജ്
മെസ്സേജ് നമ്മൾ ഈ ചാനലിൽ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ അത് കാണിക്കാൻ പറ്റാത്ത സൈസുള്ള മെസ്സേജസ് ആണ്. അപ്പം ദയവ് ചെയ്ത് കുട്ടികൾ ആരും ഈ വീഡിയോ കാണരുതെന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ. അപ്പൊ അത്രയും വൾഗർ ചാറ്റ് ആണ് ഇതിനകത്ത് പറഞ്ഞുള്ളത്. ശരിക്കും എനിക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് വായിക്കാൻ എനിക്ക് എന്താണെങ്കിലും പറ്റില്ല. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും സംഭവം ഞാൻ വായിക്കുന്നതായിരിക്കും. എന്തായാലും മൃദുല പറയുന്നത് ബാക്കി കൂടെ നമുക്ക് കേട്ടു നോക്കാം. മെസ്സേജുകളാണ് വന്നിരിക്കുന്നത്. സോ ഇതൊരിക്കലും സേഫ് അല്ല. ഇപ്പോൾ ഡയറി മിൽക്ക് കൊണ്ട് നമ്മുടെ ലൊക്കേഷനിലേക്ക് വരാൻ ആ സ്ത്രീക്ക് കഴിഞ്ഞുവെങ്കിൽ നാളെ ഒരു ആസിഡ് എടുത്തിട്ട് മുഖത്തൊഴിക്കാനോ ഒന്നും മടിക്കാത്തൊരു വ്യക്തിയായിരിക്കും. സോ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഈ വ്യക്തി പറയുന്ന കാര്യങ്ങൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ആ വ്യക്തിനെ നല്ലപോലെ സൂക്ഷിക്കാം. നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന ഓഡിയൻസിന് നിങ്ങളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, ദയവ് ചെയ്ത് അതൊക്കെ ചെയ്യുക. അപ്പം നമുക്ക് ആ മെസ്സേജസും കാര്യങ്ങളൊക്കെ നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് കുറെ നാളായിട്ട് ഈ സംഭവം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ആരും റിയാക്ട് ചെയ്ത് കണ്ടില്ല. അപ്പൊ നമുക്ക് ആ മെസ്സേജസ് ഒന്ന് എന്താണെന്ന് വെച്ചാൽ വായിച്ചു നോക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ വായിക്കാം, അല്ലാതൊക്കെ ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. എന്ന് വെച്ചെങ്കിൽ ഇമാതിരിയുള്ള മെസ്സേജസ് ഞാൻ വായിച്ചു അല്ലെങ്കിൽ ഇവിടെ കൊടുത്തെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ചാനൽ എന്നെ ചിലപ്പോൾ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുമാതിരിയുള്ള ഒരു മെസ്സേജും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഞാൻ വായിക്കാം. റെയ്ജാൻ ഒന്ന് പറയുന്നു, ഐ ലവ് യു ട്രൂലി ഡീപ്ലി റിയലി ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടക്കമിടുന്നത്. അതൊന്നും വലിയ കുഴപ്പമില്ല. പ്രണയം അതായിരുന്നു എന്നും എനിക്ക് നിന്നോട്. നിന്റെ ദേഷ്യം, നിന്റെ ചിരി, നിന്റെ വാശി എല്ലാം ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ദേഷ്യം പിടിപ്പിക്കാനും ആ ദേഷ്യം എനിക്കൊന്ന് കാണാനും ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്നോ. നമുക്കെന്തേ സ്നേഹിച്ചുകൂടാ, നമുക്കെന്തേ ചെയ്തുകൂടാ, അത് നിങ്ങൾ ഊഹിച്ചെടുത്തോണം. എന്തേ ചുംബിച്ചുകൂടാ, ഞാൻ ഇനി നിന്നെ ഉപദ്രവിക്കും, നീ അങ്ങനെ ഒരു ലൈറ്റ് ആയിട്ട് തുടങ്ങി പിന്നെ അതിന്റെ ഒരു മോഡ് മാറി ഭയങ്കര ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആണ് ഇവിടെ കാണുന്നത്. പിന്നെ വേറെ ഒന്നും നമുക്ക് വായിക്കാൻ പറ്റത്തില്ല. അമ്മാതിരി ഒരു സാധനമാണ്. ഉള്ളിലേക്ക് കടിച്ച് അതൊക്കെ നിങ്ങൾ ബാക്കിയെല്ലാം ഊഹിച്ചെടുത്തോണം. അങ്ങനെയുള്ള കുറച്ച് മെസ്സേജസ് എന്നുവെച്ചാൽ നമുക്ക് ഒട്ടും വായിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുമാതിരി ഒരു അത്രയും മോശമായിട്ടുള്ള മെസ്സേജുകളൊക്കെയാണ് ഇതുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഇവരുടെ പേര് സ്റ്റെഫീന എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 19 വയസ്സുള്ള ഒരു പെണ്ണുമ്പിള്ളയാന്ന് തോന്നുന്നു. ഇവർക്ക് വേറെ ഒരു പണിയില്ല. അത്രയും മൂത്തിരിക്കുന്ന ഒരു പെണ്ണുമ്പിള്ളയാണെന്ന് മാത്രമാണ് പറയാനുള്ളത്. കാരണം ഈ മെസ്സേജ് നമ്മളെടുത്ത് നേരിട്ടെടുത്ത് വായിക്കുമ്പോഴാണ് ഈ പെണ്ണുമ്പിള്ളയുടെ സൂക്കേട് ശരിക്കും നമുക്ക് മനസ്സിലാകുന്നത്. അമ്മാതിരി ഒരു ഐറ്റം, എന്ത് സാധനമാണെന്ന് അറിയത്തില്ലടേ, അതുപോലെ ഒരു ഐറ്റം. അപ്പൊ ഇവരോടൊക്കെ എന്താണ് നമുക്ക് പറയാനുള്ളത്? അപ്പം ഇവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മൊത്തം സെക്സ് ടൈപ്പ് ഓഫ് ചാറ്റ് ആണ്. മൊത്തം ചാറ്റ് അല്ല, മെസ്സേജ് ഇവരിടുകയാണ്. നമ്മുടെ റൈജാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ. ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു 6 വർഷമായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ പുറകെ നടന്ന് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കി. അത് ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയില് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരു പെണ്ണുമ്പിള്ള വന്നിട്ട് ഇതുപോലെ പുറകെ നടന്ന് പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് നിസ്സാര സംഭവം അല്ല. അത് അവർക്കെന്തോ ഒന്നല്ലെങ്കിൽ എന്തോ ഒരു അസുഖം കാണും, അല്ലെങ്കിൽ അവരെന്തോ സൈക്കോ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പൊ നമ്മുടെ സമൂഹം ഏത് രീതിയിലോട്ടാണ് പോകുന്നതെന്ന് ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. പിന്നെ എനിക്ക് വായിക്കാൻ പേഴ്സണലി ഞാൻ പറയാണ്, എനിക്ക് വായിക്കാൻ ഒട്ടും പറ്റത്തില്ല. കാരണം എനിക്ക് ഈ മെസ്സേജ് കിട്ടിയപ്പോൾ തന്നെ ഞാൻ 1-2 ലൈൻ വായിച്ചിട്ട് ഞാൻ പിന്നെ കാര്യം മനസ്സിലായി. പിന്നെ ഞാനത് വായിക്കാൻ പോയിട്ടില്ല. കാരണം അമ്മാതിരി ഐറ്റം ആണ്. ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഈ സൈഡിൽ കൊടുത്തേക്കാം. അത്യാവശ്യം നിങ്ങൾ ആവശ്യമുള്ളവര് സൂം ചെയ്ത് വായിച്ചോളൂ. അപ്പം പിന്നീട് ഇതിന്റെ മോഡ് മാറി. കാരണം ഇവരെ ഒന്നിനും കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക്, അതായത് റേജാനെ വരുന്ന വഴിക്ക് കിട്ടുന്നില്ല, തങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് ഉറപ്പായപ്പോഴത്തേക്ക് പിന്നെ ഇപ്പൊ ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഇപ്പൊ മെസ്സേജ് വരുന്നത്. ഒരു ബിയർ കുപ്പിയുടെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത് നിന്റെ തലക്കടിക്കും എന്നൊക്കെ പറഞ്ഞൊരു ട്രിഗർ ആയിട്ടുള്ള വേറൊരു വേർഷനാണ് ഇവരിൽ കാണാൻ സാധിക്കുന്നത്. കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പം ഇതൊരു മാരകമായൊരു സംഭവമാണ്. ശരിക്കും നിങ്ങളിത് സമൂഹത്തോട് ഇങ്ങനെയും ഒരു ചില ആൾക്കാരുണ്ടെന്ന് ശരിക്കും അത് മനസ്സിലാക്കി തന്നെ നമ്മൾ ചെയ്യണം. ഇതിന്റെയൊക്കെ എന്താണെന്ന് അറിയത്തില്ല, സമൂഹം എങ്ങോട്ട് പോകുന്നെന്ന് അറിയത്തില്ല. ഇത് ആരും അങ്ങനെ റിയാക്ട് ചെയ്ത് കണ്ടില്ല. ശരിക്കും പെണ്ണുങ്ങളെ പോലെ തന്നെ ആണുങ്ങൾക്കും അവർക്കും അഭിമാനവും അഭിമാനവും എല്ലാം ഉള്ള ഒരു വ്യക്തികൾ തന്നെയാണ്. അവരും ഇവിടെ ജീവിക്കേണ്ടത് തന്നെയാണ്. അവർക്കും പുറത്തോട്ട് ഇറങ്ങി നടക്കേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കാര്യം ഗൗരവമായിട്ട് തന്നെ എടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം എന്താണെന്നുള്ളത് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യുക. സ്റ്റെഫീന എന്നാണ് ഈ ഒരു പെണ്ണുപിള്ളയുടെ പേര്. അവരുടെ മകന്റെ പ്രായമായിരിക്കും ഈ റേജാൻ എന്ന് പറഞ്ഞ നമ്മുടെ ഈ ആർട്ടിസ്റ്റിനുള്ളത്. അവരുടെ അമ്മയുടെ പ്രായമുള്ള ഒരു പെണ്ണുപിള്ളക്കാണ് ഇത്രയും കടി മൂത്തിരിക്കുന്നത്. അപ്പൊ എന്ത് പറയണമെന്ന് എനിക്കറിയാം. ഞാൻ ആകെപ്പാടെ വണ്ടടിച്ച് ഷോക്കായിട്ടിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.